നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ബാലേന്ദ്രന് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകള് വൈജയന്തി അറിയാവോന്ന്. വൈജയന്തി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തകർന്ന് തരിപ്പണമായി പോയി സ്റ്റാൻലി. അത്ര സമയം ഉണ്ടായിരുന്ന പോലത്തെ പവറും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ആകെപ്പാടെ വെട്ടി വേർത്ത് പോയി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിലേക്ക് പഴയ കുറേ കാര്യങ്ങളൊക്കെ വന്നു. അയാളുടെ മനസ്സ് പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. വൈജി ആദ്യമായിട്ട് കണ്ടതുപോലുള്ള കാര്യങ്ങൾ ആ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രന് പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അയാൾ പഴയ പല കഥകളും ഓർക്കുക എന്നുള്ള കാര്യം. എന്താ മിസ്റ്റർ, നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, അവരുടെ കാര്യമൊക്കെ എന്തിനാ ഇപ്പം ഇവിടെ വന്ന് പറയണേ, നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ഇവിടം വരെ വരണമെങ്കിൽ, പാലായിന്ന് ഇവിടം വരെ വരണമെങ്കിൽ വെറുതെ ആയിരിക്കില്ലല്ലോ, അതിന് തക്കതായ കാരണം കാണുമല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ സ്റ്റാലിക്കൊന്നും മനസ്സിലായില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു 10-23 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും വൈജയന്തി ആരായിരുന്നെന്നും നിങ്ങളും വൈജയന്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ. അത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും വൈജയന്തിയും തമ്മിൽ ചിലപ്പോൾ പല ബന്ധങ്ങളും കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളൊന്ന് ഒരു പിടിച്ചു നിൽക്കാനൊരു ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ വിഫലമായി പോവുക ചെയ്യുന്നത്. ഈ സമയത്ത് ആൻ്റപ്പൻ പുറത്തേക്ക് എന്നിട്ട് ഗോവർദ്ധനോട് പറഞ്ഞു, അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. ഗോവർദ്ധനാണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം കുറേ നായ്ക്കളുണ്ട് അവിടെ. ഒടുവിൽ ആൻ്റപ്പൻ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയപ്പം ഗോവർദ്ധൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തിനായിരിക്കും പോലും ബാലേട്ടൻ ഈ വീട്ടിലേക്ക് വന്നേ? അതോ ഈ വീടെന്ന് പറയുമ്പം അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കേണലിൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നായ്ക്കളും ഇതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, ഗോവർദ്ധൻ ഇങ്ങനെ പുറത്തങ്ങനെ നിൽക്കുകയാണ്, അകത്തേക്ക് കയറാതെ. ആ സമയത്താണ് ഗോവർദ്ധൻ അകത്തെ സംസാരങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഗോവർദ്ധനെ കേട്ടോന്നും കൂടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൈജയന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നേ. കാരണം ഗോവർദ്ധൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല ബാലേന്ദ്രനോടൊപ്പം വന്നേ. ബാലേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, വലിയൊരു ഭൂതത്തെ കുപ്പിന്ന് പുറത്തെടുക്കണം എന്നൊക്കെ, പിന്നെ അതിനെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞാലും. പക്ഷേ ഗോവർദ്ധന് എന്താ ഏതാന്നൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചോദിക്കാനും പോയില്ല. പക്ഷേ എങ്കിൽ ഗോവർദ്ധൻ അവിടെ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുക. ഗോവർദ്ധൻ്റെ തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഈ സമയത്ത് അകത്ത് ബാലേന്ദ്രന് പറയാതെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാലിയോട് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇത്രയും നാളും അങ്ങനെയൊന്നും സ്റ്റാലിക്കും മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം വൈജയന്തി ഗർഭിണിയായതോ അല്ലെങ്കിൽ അവിടെ മകളെ പ്രസവിച്ച കാര്യമൊന്നും സ്റ്റാലിക്ക് അറിയുണ്ടായിരുന്നില്ല. വൈജയന്തി അന്വേഷിച്ച സ്റ്റാലി ഒരിക്കൽ കൈതക്കൽ മാളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വൈജയന്തി അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വൈജയന്തിയെ പ്രസവത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ സ്റ്റാലി വന്ന് അവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് ശിവശങ്കരനൊക്കെ സ്റ്റാലിയെ ഓടിച്ച് വിട്ടതാണ് അവിടുന്ന്. അതൊക്കെ സ്റ്റാലിയുടെ മനസ്സിലേക്ക് വന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ താൻ അവളെ വിവാഹം കഴിച്ചാനും. ഈ കഥകളൊന്നും പക്ഷേ ബാലേന്ദ്രനോട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ബാലേന്ദ്രൻ പിന്നീട് അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീനയെക്കുറിച്ചുള്ള കുറേ കഥകളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. കാരണം സ്റ്റാലി കല്യാണം കഴിച്ച് 2-3 മക്കളുണ്ട്. അവരൊക്കെ വേറെ പിരിഞ്ഞാണ് താമസിക്കുകയും ചെയ്യുന്നത്. ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഇനി വേറൊരു ഓപ്ഷനൊന്നും ഇല്ല, അവളെ സുരക്ഷിതമായൊരു കൈകളിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എനിക്കിതിന് മറുപടി പറയണം. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. നിങ്ങളുടെ മകളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രം മതി തീരുമാനം എടുക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റാലിയുടെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടാണ് ബാലേന്ദ്രൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണത്. ആ സമയത്ത് ഗോവർദ്ധനം പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവർദ്ധന വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഒടുവിൽ ഗോവർദ്ധനം കൂട്ടിക്കൊണ്ട് നേരെ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോരുന്ന വഴിക്കൊന്നും ബാലേന്ദ്രൻ അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. ഗോവർദ്ധനൊന്നും പറയാനും പോയില്ല. പക്ഷെ ബാലേന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിൻ ആകെപ്പാടെ അസ്വസ്ഥനായി. സാധാരണ എപ്പോഴും സ്ഥിരമായിട്ട് മദ്യപിക്കാറുള്ളതാണെങ്കിലും സ്റ്റാലിക്ക് ആ കുടിച്ച മദ്യമൊന്നും പോരെന്നായി. ഒടുവിൽ സ്റ്റാലിൻ അളവിൽ കൂടുതൽ അവിടെ പോയിരുന്നു മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആൻ്റപ്പം വന്നിട്ട് പറഞ്ഞു, സാറിന് ഇത് എന്ത് പറ്റി?
എന്തോ വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നില്ല. കാരണം കുറേ കാലമായി അതിൻ്റെ ഒപ്പം കൂടെ കൂടിയിട്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ ഓരോ മൂവ്മെൻറ്റും അയാൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോഴേക്കും അയാളോട് കുറേ കിടന്ന് ദേഷ്യപ്പെട്ടു. ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻ്റപ്പനോട് ദേഷ്യപ്പെട്ടു. ആൻ്റപ്പന് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റാലി എന്ത് ചെയ്തു, തൻ്റെ പഴയ കാല കഥകളൊക്കെ കുറേയൊക്കെ ഓർമ്മയിലെടുക്കുകയാണ്. ഗംഗാധര മേനോൻ്റെ വീട്ടിലേക്ക് താൻ ചെന്നതും അവിടെ വെച്ച് വൈജയെ കാണുന്നതുമായ കുറേ കഥകളൊക്കെ മനസ്സിലേക്ക് വന്നു. അപ്പോഴേക്കും സ്റ്റാലിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് അവളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച, പക്ഷേ വീട്ടുകാർ സമ്മതിക്കാതെ വന്നുകൊണ്ടാ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല. താൻ നാട്ടിൽ വന്നിട്ട് തിരികെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളെ അപ്പം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈജയുടെ വീട് അന്വേഷിച്ച് തേടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളെ അവിടെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ അവളെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അവൾ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെയാണ് സ്റ്റാലിക്ക് വൈജയന്തിയുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ വിട്ടുപോയത്. അതൊക്കെ സ്റ്റാലിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. സ്റ്റാലിക്ക് ഒന്നും മേലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയത്ത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ ഹോട്ടലിലേക്ക് അങ്ങനെ തിരികെ വന്ന് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാലേന്ദ്രൻ ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ പറയാൻ ഒരുങ്ങുന്നത്. ഗോവർദ്ധൻ ബാലേന്ദ്രനോട് ഒടുവൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ബാലേട്ടാ ഇതിനൊക്കെ അർത്ഥം? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സത്യമാണോ ബാലേട്ടാ എന്ന് ചോദിച്ചു. എന്താ നിനക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അല്ല, ഈ സ്റ്റാലിയെ കാണാനായിട്ട് നമ്മൾ എന്തിനാ പോയത്? സ്റ്റാലിയും ബാലേട്ടനും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനും അയാളും തമ്മിലൊരു ബന്ധവും പക്ഷേ ബന്ധമുള്ള ഒരാളുണ്ടായിരുന്നു പറഞ്ഞു. ബന്ധമുള്ള ആളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവർദ്ധനങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, സ്റ്റാലി ആരാന്നറിയാവോ? അലീനയുടെ അച്ഛനാന്ന് പറഞ്ഞു. ഒരു നിമിഷമാണെങ്കിൽ ഗോവർദ്ധന് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ അലീനയുടെ അച്ഛനെ കാണാൻ നമ്മൾ ഇവിടം വരെ വന്നതിൻ്റെ അർത്ഥം അതൊന്നുമല്ല, അതിനും അപ്പുറത്തേക്ക് വേറൊരു സത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗോവർദ്ധനോട് പറയണം. ഗോവർദ്ധനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ഇത്രയും ഭാരം ഉള്ളി വെച്ചിട്ടാണോ ഈ മനുഷ്യൻ ഇത്രയും നാളും കഴിഞ്ഞേ? എന്നിട്ടോ അലീനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന തൻ്റെ മകളാണെന്നും പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച ബാലേട്ടൻ. എല്ലാവരും ബാലേട്ടനെ അവിശ്വസിച്ചു. ബാലേട്ടനെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് അളിയനായ താനും അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നുമല്ല സത്യം. ഇപ്പം ഇതാണ് സത്യം എന്ന് അറിഞ്ഞപ്പോൾ ഗോവർദ്ധന് പോലും നെഞ്ചിടി പേറി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഗോവർദ്ധന, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീ അറിയത്തില്ലാത്ത പല സത്യങ്ങളും നീ അറിയൂന്ന്. അങ്ങനെ ഒടുവിൽ നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അലീനെ അവിടുന്ന് ഇറക്കി വിടാനായിട്ട് വൈജയന്തി തിരക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അലീനെ അവിടുന്ന് ഇറങ്ങണ സമയത്ത് അവൾ അറിയും. അവൾ ആരാ എന്താ ഏതാന്നൊക്കെ വൈജയന്തി അറിയാനായിട്ട് പോവുക. ഇനി അധികം അതിന് താമസം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ഗോവർദ്ധൻ എന്തും മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയത്ത് വൈജയന്തിക്കാണെങ്കിൽ ഘട്ടക്കലിപ്പാണ്. ഈ എറണാകുളത്തിന് പോയിട്ട് അവരിതിലായിട്ട് എത്തിയോ ഇല്ലയോ എന്നൊക്കെ അറിയത്തുമില്ല. അങ്ങനെ ബബിതേനെ വിളിക്കുകയാണ്. ബബിതയെ വിളിച്ചിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാ, എന്താ ഏതാ, നിങ്ങൾ ഇതിലായിട്ടും വീട്ടിലേക്ക് പോകുന്നില്ലേ, അതോ അവിടെ താമസിക്കുവാണോ? ഓടി ബബിത പറഞ്ഞു, ഞങ്ങൾ പോന്നമ്മേന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ അച്ഛൻ വന്ന ഊര് തണ്ടാൻ പോയിട്ട് അച്ഛനെതിരായിട്ട് എത്തിയിട്ടില്ല, ഇന്ന് വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഹംഗേരി വേറെ കണ്ടാണ്ട് ചുറ്റാൻ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി കുറേ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനും ബബിതയ്ക്ക് ദേഷ്യം വന്നു. ബബിതൻ കുറേയൊക്കെ ചീത്ത പറയാണ്. അമ്മ ഇങ്ങോട്ടേക്ക് വരാനൊന്നുമല്ലോ, വെറുതെ പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയന്തി വീണ്ടും ദേഷ്യപ്പെട്ടു. എനിക്കറിയാം അവൾ പോവില്ലാന്ന്, അവളവിടെ കടിച്ചു തൂങ്ങി കിടക്കത്തുള്ളൂ, എൻ്റെ പുക കാണാൻ വന്നവളാന്നൊക്കെ പറഞ്ഞു. ബബിതയ്ക്ക് ദേഷ്യം വന്ന് ബബിത അവസാനം കോള് കട്ട് ചെയ്തേ. പക്ഷെ വൈജയന്തിക്ക് സംശയം, ബാലേന്ദ്രൻ എങ്ങോട്ടാണ് ഈ 2-3 ദിവസമായിട്ട് പോയിരിക്കുന്നത്? അയാളെന്ത് ചെയ്യാൻ പോയിരിക്കുക? എന്താണെങ്കിലും ബിസിനസ് ട്രിപ്പ് ഒന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ വേറെന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് പോയിരിക്കുന്ന എന്താ ഏതാണെന്നൊന്നും വൈജയന്തിക്കൊട്ട് മനസ്സിലായതുമില്ല. ഈ സമയത്ത് ഗോവർദ്ധനും ശിവശങ്കരനും ഒക്കെ അതേ ടെൻഷനിൽ തന്നെയായിരുന്നു. എങ്ങനെയാവും എന്താവും എന്നോർത്തൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവരുടെ മനസ്സിലുണ്ട്. സ്റ്റാലി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്നുള്ള സത്യങ്ങളൊക്കെ അവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.